Good morning to all. Yesterday we discussed about key managerial persons. Who's key managerial persons? കമ്പനിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് പേഴ്സൺസ് ഉണ്ട്. ആ പേഴ്സൺസിനെയാണ് നമ്മൾ കീ മാനേജറിയൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അതാരൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? മാനേജിംഗ് ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് എക്സെട്ര ആർ ദ കീ മാനേജറിയൽ പേഴ്സൺസ്. ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് അപ്പോയിൻമെൻറ്റ് ഓഫ് കീ മാനേജറിയൽ പേഴ്സൺസ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് പേഴ്സൺസ് ഉണ്ട്. അവരെയാണ് നമ്മൾ കീ മാനേജറിയൽ പേഴ്സൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ആ കീ മാനേജറിയൽ പേഴ്സൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പേഴ്സൺസിനെ എങ്ങനെ ഒരു കമ്പനിയിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്, ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കീ മാനേജറിയൽ പേഴ്സൺസ് ആരൊക്കെയാണ്? മാനേജിംഗ് ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, ഓൾ ടൈം ഡയറക്ടേഴ്സ് ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്. ഇവരാണ് മെയിനായിട്ട് ഒരു ഓർഗനൈസേഷനിലെ കീ മാനേജറിയൽ പേഴ്സൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. According to Section 203, Rule 8 of the Companies Act 2013, explain the appointment of key managerial persons and make it obligatory for the listed companies and every other public company having a paid-up share capital of 10 crore rupees or more. That means എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഓർഗനൈസേഷൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 crore അല്ലെങ്കിൽ അതിന് മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ കീ മാനേജറിയൽ പേഴ്സൺസിനെ ഈ കമ്പനിയുടെ റണ്ണിങ്ങിനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പേഴ്സൺസ് ആണ് അത്? മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, കമ്പനി സെക്രട്ടറി, ഇവരെയാണ് മെയിനായിട്ട് നമ്മുടെ കമ്പനിയുടെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ട പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ കേസ് ഓഫ് നമ്മളിങ്ങനെ കീ മാനേജറിയൽ പേഴ്സൺസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരാറ്? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സൺസിന് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയ മെമ്മോറണ്ടത്തിലും അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഇവരുടെ പേരും ഇവരുടെ ക്വാളിഫിക്കേഷൻ, ദാറ്റ് മീൻസ് അവർ എന്ത് പാർട്ടാണ് ആ ഓർഗനൈസേഷനിൽ ആക്ട് ചെയ്യുന്നത് അതും കൂടി അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടറാണ്. ഒരു കമ്പനിയുടെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? മാനേജിംഗ് ഡയറക്ടർ. ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത് ആരാണ്? മാനേജിംഗ് ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടർ ഈസ് ദ ഹെഡ് ഓഫ് ദ കമ്പനി. സോ ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ മാനേജർ. അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്, Section 196 shall not appoint an employee or managing director or manage at the same time. Further, a company shall not appoint or reappoint any person in a managing director or the manager or whole-time director for the term exceeding 5 years at the time of no reappointment shall be made earlier than 1 year before the expiry of his ടേംസ്. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടറിൽ പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു 196 കമ്പനീസ് ആക്ടിൻ്റെ 196 മാനേജിംഗ് ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു കമ്പനിയിൽ നമുക്ക് അറ്റ് എ ടൈം തന്നെ മാനേജിംഗ് ഡയറക്ടറെയും മാനേജറെയും അറ്റ് എ ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഫറെൻറ്റ് ടൈംസിലായിരിക്കണം നമ്മൾ മാനേജിംഗ് ഡയറക്ടറിനെയും അതേപോലെ തന്നെ മാനേജറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. മാനേജറിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അവർ എക്സ്പയറി ഡേറ്റ്, അതായത് ഒരു മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ മിനിമം ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇയേഴ്സ് ആയിരിക്കും. ആ 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾക്ക് വേറൊരു പേഴ്സണെ മാനേജറായിട്ടോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറായിട്ടോ റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു 196 നോ കമ്പനി ഷാൽ അപ്പോയിൻറ്റ് ഓർ എംപ്ലോയ് അറ്റ് ദ സെയിം ടൈം ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് എ മാനേജർ. എന്താണ് പറയുന്നത്? അറ്റ് ദ സെയിം ടൈം വി കാനോട്ട് അപ്പോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജർ. No company shall appoint or reappoint any person as its managing director, whole-time director or manager for the term exceeding 5 years at a time. എന്താ പറയുന്നത്? 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആവാണ്ട് നമ്മൾക്ക് വേറൊരു പേഴ്സണെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ, ഹോൾ ടൈം ഡയറക്ടേഴ്സിൻ്റെ, മാനേജറിൻ്റെ പ്ലേസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് നടത്താനായിട്ടും പറ്റില്ല. അപ്പോൾ ഒരു മാനേജറിൻ്റെ അല്ലെങ്കിൽ MDയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിനിമം 5 ഇയേഴ്സാണ് അവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. Then next we move on the procedure for appointment of director as a managing director. That means MD. ഒരു MDനെ നമ്മൾ അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടറിനെ നമ്മൾ എങ്ങനെയാണ് കമ്പനിയിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
The Nomination and Remuneration Committee shall recommend the appointment and remuneration payable to MD to the Board of Directors if any. That means എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയിലെ മെമ്പേഴ്സ് ആയിരിക്കും നമ്മൾ MD ആരാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യേണ്ടത്. അവർക്കാണ് MDനെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. MDനെ റെക്കമെൻഡ് ചെയ്യുന്ന അറ്റ് എ ടൈം തന്നെ എന്താ പറ്റുക, നമുക്ക് അവരുടെ റെമ്യൂണറേഷനും അറ്റ് എ ടൈം തന്നെ ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്താ പറയുന്നത്, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഷാൽ റെക്കമെൻഡ് ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ പേയബിൾ ടു ദ MD ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് പറയുന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോമിനേഷൻ കമ്മിറ്റിയും റെമ്യൂണറേഷൻ കമ്മിറ്റിയും ആയിരിക്കും നമ്മുടെ MDനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ നോമിനേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കും ഒരു മാനേജിങ് ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. സെക്കൻഡ് പറയുന്നതാണ് ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഇൻ ദ ഫോം ഓഫ് DIR2 ഫ്രം ദ പേഴ്സൺ ഹൂ ഇസ് പ്രൊപ്പോസ്ഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ MD. അതായത് ഫോം DIR2ൻ്റെ ഫോർമാറ്റിൽ നമ്മൾക്ക് നമ്മൾ ആരെയാണോ MD ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പേഴ്സൻ്റെ കൺസെൻറ്റും കൂടി നമ്മൾക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പറയുന്നത് ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ടു ദ അപ്പോയിൻമെൻറ്റ് ആസ് എ MD. അപ്പോയിൻമെൻ്റ് ആയിട്ട് നമ്മൾ MD ആയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള കൺസെൻറ്റും കൂടി നമ്മൾ ഈ DIR2ൻ്റെ ഫോമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഹോൾ ദ ബോർഡ് മീറ്റിംഗ് ടു. അറ്റ് എ ടൈം നമ്മളൊരു MDനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടായിരിക്കണം ഇന്ന പേഴ്സണെയാണ് നമ്മൾ MD ആയിട്ട് എലക്ട് ചെയ്തിരിക്കണേ എന്നുള്ള കാര്യം കൂടിയും ഈ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് പ്രൊസീജിയറായിട്ട് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ മാനേജേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്താണ്, ഫസ്റ്റ് തന്നെ റെമ്യൂണറേഷൻ ആൻഡ് നോമിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് ഇന്ന പേഴ്സണെയാണ് നമ്മൾ ഈ പൊസിഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം തന്നെ ഇലക്ട് ചെയ്യണം. എലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഫോം DIR2ൻ്റെ ഫോർമാറ്റിൽ നമുക്ക് എന്ത് കിട്ടണം, കൺസെൻറ്റ് കിട്ടണം. ഇന്ന പേഴ്സണെ അപ്പോയിൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിന് ആർക്കും ഒരു ഒബ്ജെക്ഷൻസോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കൺസെൻറ്റ് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, MDനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഇൻ സച്ച് സിറ്റുവേഷൻസ് എന്താണ്, നമ്മൾ ചില സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു മെമ്മറണ്ടം സ്പെഷ്യൽ റെസൊല്യൂഷൻസോ കാര്യങ്ങളോ പാസ്സാക്കിയിട്ടായിരിക്കും ചില സിറ്റുവേഷൻസിൽ നമ്മൾ MDനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റെമ്യൂണറേഷൻ ടു ദ മാനേജിംഗ് ഡയറക്ടർ, മാനേജർ ഓർ ഹോൾ ടൈം ഡയറക്ടർ. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം റെമ്യൂണറേഷൻ മീൻസ് എനി മണി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഗിവൺ ടു എനി പേഴ്സൺ ഫോർ സർവീസസ് റെൻഡഡ് ബൈ ഹിം ആൻഡ് ഇൻക്ലൂഡ് ദ പെർക്വിസിറ്റ്സ് മെൻഷൻ ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് 1961. ദാറ്റ് മീൻസ് എന്താണ്, റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഓർ ഇക്വലൻറ്റ് ടു മണിയാണ്. ഒന്നില്ലെങ്കിൽ അത് മണി ആവാം, അല്ലെങ്കിൽ മണിയുമായിട്ട് ഇക്വലൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഐറ്റംസോ കാര്യങ്ങളായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ എന്ത് സർവീസസാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന മണി, അല്ലെങ്കിൽ മണി ഇക്വലൻ്റ് ആയിട്ട് കിട്ടുന്ന എന്തൊരു ഐറ്റംസിനെ നമ്മൾക്ക് റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ റെമ്യൂണറേഷൻ മീൻസ് എന്താണ്, റെമ്യൂണറേഷൻ മീൻസ് മണി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഗിവൺ ടു എനി പേഴ്സൺ ഫോർ ദ സർവീസസ് റെൻഡഡ് ബൈ ഹിം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് അതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നതാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മണിയായിട്ടാവാം, അല്ലെങ്കിൽ അതുമായിട്ട് ഇക്വലൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്തുമായിട്ടാവാം. അപ്പോൾ അതാണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ സിമ്പിൾ വേർഡ്സ് മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ മാനേജറിയൽ പേഴ്സൺസ്. മാനേജറിയൽ പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷൻ പറയുന്നതാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ. അപ്പോൾ മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജറിയൽ പേഴ്സൺസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെ കുറിച്ചാണ്, മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, മാനേജേഴ്സ്, ഇവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാനേജറിയൽ പേഴ്സൺസിന്, അതായത് ഇവരാണ് ഒരു കമ്പനിയുടെ കീ മാനേജറിയൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. ഈ കീ മാനേജറിയൽ പേഴ്സൺസിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നതാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ. മാനേജറിയൽ റെമ്യൂണറേഷൻ ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഈസ് എ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ മാനേജറിയൽ പേഴ്സൺസ് ഇസ് കോൾഡ് മാനേജറിയൽ റെമ്യൂണറേഷൻ. The managerial persons include managing director, whole time director and managers. Managerial remuneration നമ്മൾ പറഞ്ഞു, managerial remuneration is the salary paid to the managers to the company on the top management level. That means key managerial personsന് പ്രൊവൈഡ് ചെയ്യുന്ന സാലറിയാണ് managerial remuneration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അതേപോലെ മാനേജറിയൽ റെമ്യൂണറേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ 2030 നമ്മുടെ പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് പ്രകാരം മാനേജറിയൽ റെമ്യൂണറേഷൻസ് എല്ലാം എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? കമ്പനീസ് ആക്ടിൻ്റെ പ്രകാരമാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ വരുന്നത്. കമ്പനീസ് ആക്ടിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇത്ര ടേൺ ഓവറുള്ള കമ്പനിയുടെ റെമ്യൂണറേഷൻ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു MDയുടെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ആണ് പറയുന്നത് ടു ക്ലിയർ അപ്പ് ദ കൺസെപ്റ്റ് ഓഫ് ആക്ട് ഓൾസോ ഡിഫൈൻ ഹൂ ഈസ് മാനേജർ, ഹൂ ഈസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. അതാണ് പറയുന്നത് കമ്പനീസ് ആക്ട് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആരാണ് ഒരു കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ ആരാണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ. അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഡ്യൂട്ടീസ്, റൈറ്റ്സ്, റെമ്യൂണറേഷൻ എല്ലാ കാര്യങ്ങളും കമ്പനീസ് ആക്ടിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫിക്സേഷൻ ഓഫ് റെമ്യൂണറേഷൻ എന്നാണ് പറയുന്നത്. ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ കമ്പനി മേ വൈൽ അക്കോർഡിംഗ് ഇറ്റ്സ് അപ്രൂവൽ അണ്ടർ ദ സെക്ഷൻ 196 ആൻഡ് സെക്ഷൻ 197 may fix the remuneration with the limited specified in this act at a such amount of percentage of profit as it may be deemed fit, and while fixing the remuneration ഷാൽ റിഗാർഡ് ടു ദാറ്റ് മീൻസ് എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം 196, 197 പ്രകാരം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യേണ്ട പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സെക്കൻഡ് പറയുന്നതാണ് ദ റെമ്യൂണറേഷൻ ഓർ കമ്മീഷൻ ഡ്രോൺ ബൈ ദ ഇൻഡിവിജ്വൽ കൺസേൺ ഇൻ എനി അതർ കപ്പാസിറ്റി. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ കൺസേണിൽ അല്ലെങ്കിൽ അതർ കപ്പാസിറ്റീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെമ്യൂണറേഷൻ ആൻഡ് കമ്മീഷൻസ് ഫിക്സ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കൺസേൺ. അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുക? റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി, സെക്കൻഡ് പറയുന്നത് ഇൻഡിവിജ്വൽ കൺസേണിൻ്റെ കപ്പാസിറ്റീൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലായിരിക്കും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ. നമ്മുടെ റെമ്യൂണറേഷൻ എന്ത് മോഡിലാണ് അവർ മാനേജിങ് ഡയറക്ടേഴ്സിനൊക്കെ പാസ് ചെയ്യുന്നത്. എ ഡയറക്ടർ ഓർ മാനേജർ മേ പെയ്ഡ് റെമ്യൂണറേഷൻ ഐദർ ബൈ എ വേ ഓഫ് മന്ത്ലി പേയ്മെൻറ്റ് ഓർ അറ്റ് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ പാർട്ട്ലി ബൈ വൺ വേ ഓഫ് ദ പാർട്ട്ലി ബൈ അതർ. റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഒന്നിലേക്ക് നമ്മൾക്ക് മന്ത്ലി കൊടുക്കാം. മന്ത്ലി കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു സ്പെസിഫൈഡ് പെർസെൻറ്റേജ് നമ്മുടെ മെമ്മറണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിലും പ്രോസ്പെക്ടസിലും എത്ര പെർസെൻറ്റേജ് ആണോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ നമ്മൾക്ക് വേണമെങ്കിൽ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് നടത്താം. അതാണ് പറയുന്നത് നമുക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് ഒരു സ്പെസിഫൈഡ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അതാണ് മോഡ് ഓഫ് പേയ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെൻറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന്. അതായത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഫീസ് ഫോർ അറ്റൻഡിങ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓർ കമ്മിറ്റി thereof for any other purposes whatever as may be decided by the board. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ കമ്പനിയുടെ ഡയറക്ടറാണ്, ബട്ട് അവരെന്താണ്? മാനേജിങ് ഡയറക്ടേഴ്സ് അല്ല. ഒരു സ്പെസിഫൈഡ് മീറ്റിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫീസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? അവർ എത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് കമ്പനി അവരുടെ ഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബോർഡ് ഓർ അതർ മീറ്റിംഗ്സ്. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു കമ്പനിയിൽ ഏതെങ്കിലും പേഴ്സൺസിന് എന്തെങ്കിലും എക്സ്പെൻസസോ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസസോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടിയും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റ് റിലേറ്റഡ് വിത്ത് കമ്മീഷൻ ആസ് മേ ബി അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ്. അതായത് എന്തെങ്കിലും കമ്മീഷൻസോ കാര്യങ്ങളൊക്കെ മെമ്പേഴ്സ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയുന്നത് പ്രോഫിറ്റിൻ റിലേറ്റഡ് കമ്മീഷൻ. പ്രോഫിറ്റായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കമ്മീഷൻസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ മെമ്പേഴ്സ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം.
അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. ഫസ്റ്റ് എന്താ പറയുന്നത്, എന്തെങ്കിലും മീറ്റിംഗ്സോ കാര്യങ്ങളോ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫീസ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് കേസസ് പറയുന്നത് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസസോ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, അതിൻ്റെ എമൗണ്ട് കൂടി പേ ചെയ്യാം. ലാസ്റ്റ് കാറ്റഗറി പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻസോ കാര്യങ്ങളോ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ, മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സിറ്റിംഗ് ഫീസ് ടു ദ ഡയറക്ടേഴ്സ്. സിറ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അതായത് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ബോർഡ് കമ്മിറ്റി ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫീസാണ് സിറ്റിംഗ് ഫീസ് എന്ന്. അതായത് ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനും ഒരു സ്പെഷ്യൽ ഫീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും, മാനേജിംഗ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതാണ് സിറ്റിംഗ് ഫീസ് ടു ദ ഡയറക്ടേഴ്സ് പറയുന്നത്. ദ കമ്പനി മേ പേ എ സിറ്റിംഗ് ഫീസ് ടു ദ ഡയറക്ടേഴ്സ് for attending the meeting of the board committee thereof. Such sum of may decided by the board of directors there which shall not be exceed 1 lakh rupees for per meeting the board committee thereof. That means എന്താ പറയുന്നത്, നമുക്ക് ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും അതിന് ഡയറക്ടേഴ്സിന് നമ്മൾക്ക് ഫീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ഫീസ് ഡസ് നോട്ട് എക്സീഡ് 1 lakh rupeesനേക്കാളും കൂടുതലാവാൻ പാടില്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വരുന്നതാണ് റിക്കവറി ഓഫ് റെമ്യൂണറേഷൻ ഇൻ എ സർട്ടൈൻ കേസസ്. ദാറ്റ് മീൻസ് എന്താണ്, ചില സർട്ടൈൻ കേസസിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റെമ്യൂണറേഷൻ നമുക്ക് റിട്ടേൺ ബാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ റിട്ടേൺ ബാക്ക് ചെയ്യുന്നത് എന്തൊക്കെ കേസസിലാണ് പറയുന്നത്, അതായത് അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സൊക്കെ എന്തെങ്കിലും ഫ്രോഡ്സോ കാര്യങ്ങളോ ഒക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസസിൽ ഫ്രോഡ്സോ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളോ കമ്മിറ്റ് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റെമ്യൂണറേഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റെമ്യൂണറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ്. ഇപ്പോൾ റെമ്യൂണറേഷൻ നമ്മൾ എന്താണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മോഡ് ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് പറഞ്ഞു, അതേപോലെ നമ്മൾ പറഞ്ഞത് എന്താണ് സിറ്റിംഗ് ഫീസ് ഓഫ് ഡയറക്ടേഴ്സ്, ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റിക്കവറി ഓഫ് റെമ്യൂണറേഷൻ ഇൻ എ സർട്ടൈൻ കേസസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റെമ്യൂണറേഷൻ റിലേറ്റഡ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ടേംസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി മൂവ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്? ക്വാളിഫിക്കേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും മിസ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് എ ഡയറക്ടർ മസ്റ്റ് ഹോൾഡ് എ ഷെയർസ് ഇൻ ദ കമ്പനി. ദ ഡയറക്ടർ മസ്റ്റ് ഹോൾഡ് എ ഷെയർ ഇൻ ദ കമ്പനി. കമ്പനിയിലെ ഷെയർ ആൾ എന്തായാലും മസ്റ്റായിട്ട് ബ്രിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഒരു സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഈ മാനേജിംഗ് ഡയറക്ടേഴ്സിന് വേണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഈച്ച് ഡയറക്ടർ മസ്റ്റ് ടേക്ക് ഹിസ് ക്വാളിഫിക്കേഷൻ ഷെയർ ഇൻ വിത്തിൻ 2 months. അതേപോലെ ആളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 months ആൾ എന്ത് ചെയ്തിരിക്കണം, ക്വാളിഫിക്കേഷൻ ഷെയർസ് ബ്രിങ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ഈച്ച് ഡയറക്ടർ മസ്റ്റ് ടേക്ക് ഹിസ് ക്വാളിഫിക്കേഷൻ ഷെയർ വിത്തിൻ 2 months. അതാണ് പറയുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്, ആ കമ്പനിയുടെ ഷെയർസ് ആൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറ്റ് എ ടൈമിൽ തന്നെ എന്താ പറയുന്നത്, 2 months ആൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതിന് 2 months തന്നെ ആൾ എന്ത് ചെയ്തിരിക്കണം, ക്വാളിഫിക്കേഷൻ ഷെയർസും കൂടി ടേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഡയറക്ടർ. ഡിസ്ക്വാളിഫിക്കേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ആൻ ഇൻസോൾവെൻറ്റ് പേഴ്സൺ cannot be become a director. അതായത് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മളെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഇൻസോൾവെൻറ്റ് പേഴ്സൺ cannot be act as a director. The second point is an unsound mind person cannot be become a director. ഇതാണ് പറയുന്നത്, ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദ അൺസൗണ്ട് പേഴ്സൺസ് cannot be become a director. ദാറ്റ് മീൻസ് എന്താ, ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദരിദ്രാവസ്ഥയിലേക്കൊക്കെ എത്തില്ലേ, അങ്ങനത്തെ സിറ്റുവേഷനിൽ അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമാന്ദ്യം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരാൾക്കും നമ്മുടെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് എ പേഴ്സൺ ഹാസ് നോട്ട് പെയ്ഡ് അപ്പ് എനി കോൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. അതേപോലെ കമ്പനിയുടെ എന്തെങ്കിലും ഒരു കോളം ക്യാപ് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആ പേഴ്സൺ ഹെൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പേഴ്സണ് നമുക്ക് കമ്പനിയുടെ ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എ പേഴ്സൺ ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾ ഇൻ ദ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. എന്തെങ്കിലും ഇതാണ് പറയുന്നത്, എ പേഴ്സൺ നോട്ട് പെയ്ഡ് എനി കോൾ
അതായത് എന്തെങ്കിലും ഒരു കമ്പനിയുടെ എന്തെങ്കിലും കോൾ അപ്പ് ക്യാപിറ്റലോ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ ആ പേഴ്സൺ എൻഷുർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആൾ ഡിസ്ക്വാളിഫൈ ആണ്. നെക്സ്റ്റ് കേസ് പറയുന്നതാണ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് ബി കൺവിക്റ്റഡ് ഓഫ് ഒഫൻസ് ഓർ ഡിക്ലെയർഡ് ബൈ ദ കോർട്ട്. അതായത് കോർട്ട് പ്രകാരം അയാൾ എന്തെങ്കിലും ഒരു കൺവിക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കോർട്ട് മുഖേന തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പേഴ്സണും നമ്മുടെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മേജർ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്, ആ പേഴ്സൺ ഇൻസോൾവൻ്റ് ആണെങ്കിൽ, അൺസൗണ്ട് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൾ ബ്രിങ് അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കോർട്ടിൽ എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിട്ടുള്ള കേസസിലോ നമ്മൾക്ക് ആ പേഴ്സൺസിനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടറിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പവർ ഓഫ് എ ഡയറക്ടർ. ഒരു ഡയറക്ടറിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നതാണ് പവർ ടു ബൈ ബാക്ക് ദ ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഷെയർസ് റിട്ടേൺ ബാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. അതാണ് പറയുന്നത് പവർ ടു ബൈ ബാക്ക് ഇറ്റ്സ് ഷെയർസ്. നെക്സ്റ്റ് പറയുന്നതാണ് പവർ ടു ഇഷ്യൂ ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനാണ്. നെക്സ്റ്റ് പറയുന്നതാണ് പവർ ടു ബോറോ മണി ഫ്രം അതർ കമ്പനി ഓർ ഫ്രം RBI. എന്താണ് പറയുന്നത്, നമ്മൾക്ക് മണി അതർ കമ്പനീസിൽ നിന്നോ RBIയിൽ നിന്നോ മണി ബോറോ ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സിന് റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനിയുടെ ബിഹാഫായിട്ടാണ് ഈ റൈറ്റ്സ് ഒക്കെ ഡയറക്ടേഴ്സിന് കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പവർ ടു ഇൻവെസ്റ്റ് ഫണ്ട് ഫോർ ദ കമ്പനി. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളൊക്കെ ടേക്കൺ അപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ക്യാഷ്വൽ വേക്കൻറ്റ്, അതായത് ബോർഡ് സീറ്റിൽ എന്തെങ്കിലും ക്യാഷ്വൽ വേക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും കമ്പനി റിലേറ്റഡ് ആയിട്ട് കമ്പനിയുടെ റണ്ണിങ്ങിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനാണ്. അതേപോലെ തന്നെ അതർ പേഴ്സൺസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനാണ്. അതായത് കമ്പനിയുടെ മെയിൻ അതോറിറ്റി അല്ലെങ്കിൽ മെയിൻ പവർ നമ്മൾ വെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്, ഡയറക്ടറാണ്. അപ്പോൾ കമ്പനിയുടെ ടോപ്പ് ലെവൽ അതോറിറ്റിയാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ടേക്കൺ ചെയ്യുന്നത് ആരായിരിക്കും, ഡയറക്ടറായിരിക്കും. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഡയറക്ടറാണ്. പിന്നെ നെക്സ്റ്റ് ഒരു പവർ പറയുന്നതാണ് ദ പവർ ടു അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ മാനേജർ ഓർ ജനറൽ മാനേജർ. അതായത് ഒരു മാനേജറിന് ജനറൽ മാനേജറിന് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഈ ഡയറക്ടറിലേക്ക് വെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പവർ ടു റെക്കമെൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. നമ്മൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ഡിവിഡൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിവിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഡിവിഡൻറ്റ് നമ്മൾ എത്ര പെർസെൻറ്റേജ് പ്രൊവൈഡ് ചെയ്യണം, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് ആരാണ്, ഡയറക്ടറായിരിക്കും. അപ്പോൾ ഇത്രയാണ് പവർ ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പവേഴ്സ് ഉള്ളത്, പവർ ടു ബൈ ബാക്ക് ദ ഷെയർസ്, പവർ ടു ഇഷ്യൂ ഡിബഞ്ചേഴ്സ്, പവർ ടു ബോറോ മണി ഫ്രം അതർ കമ്പനി ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് പവർ വരുന്നതാണ് പവർ ടു മേക്ക് ലോൺസ്, പവർ ടു ഇൻ്റർഫേസ്, പവർ ടു മേക്ക് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്, പവർ ടു ഫിൽ ദ കാഷ്വൽ വേക്കൻസി ഫോർ ദ ബോർഡ് ആൻഡ് പവർ ടു അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ മാനേജർ ആൻഡ് ജനറൽ മാനേജർ. അപ്പോൾ ദീസ് ആർ ദ പവർ ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ വി മൂവ് ഓൺ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ. ഒരു ഡയറക്ടേഴ്സിന് ഒരു കമ്പനിയിലുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് the company is required to provide all assistance and facility to the company secretary in practice for auditing the secretarial and related records of the company. അതിനകത്ത് എന്താ പറയുന്നത്, അതായത് കമ്പനിയിൽ നമ്മൾ ഡ്യൂട്ടി ഓഫ് ദ കമ്പനി ആണ് പറയുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഡ്യൂട്ടിയിൽ പറയുന്നത് ഒരു കമ്പനി സെക്രട്ടറി ചെയ്യേണ്ട ഡ്യൂട്ടീസാണ് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറിക്ക് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വെരിഫൈ ചെയ്യാൻ ഉള്ള റൈറ്റ്സ് കൊടുക്കുക. അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നത്. ദ കമ്പനി ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് ഓൾ അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ദ കമ്പനി സെക്രട്ടറി. കമ്പനി
സെക്രട്ടറിക്ക് എല്ലാ അസിസ്റ്റൻസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കമ്പനിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് എന്തിനാണ്? ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് വരില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് ഫോർ ദ ഓഡിറ്റിംഗ് സെക്രട്ടറി ആൻഡ് റിലേറ്റഡ് റെക്കോർഡ്സ് ഓഫ് ദ കമ്പനിയുടെ ഓഡിറ്റ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ ബുക്സ് ഓഫ് റെക്കോർഡ്സും പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് കമ്പനിയുടെ ഡ്യൂട്ടി പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദെയർ റിപ്പോർട്ട് ബിഫോർ എ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഷാൽ എക്സ്പ്ലെയിൻ ദ ഫുൾ എനി ക്വാളിഫിക്കേഷൻസ് ഓർ ഒബ്സർവേഷൻസ് ഓർ അതർ റിമാർക്സ് മെയ്ഡ് ബൈ ദ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഇൻ ഹിസ് റിപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുന്നായിട്ട് കമ്പനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ ആളെ ഒബ്സർവേഷൻ നടത്തിയിട്ട് എന്തെങ്കിലും റിമാർക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനി, അതായത് ഡയറക്ടർ, കമ്പനിയുടെ ബിഹാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ഇത് കമ്പനി സെക്രട്ടറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി സെക്രട്ടറിയുടെ റോൾ ഓഫ് കമ്പനി സെക്രട്ടറി. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടു അസിസ്റ്റ് ദ ബോർഡ് ആൻഡ് കണ്ടക്ട് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. നമ്മുടെ ബോർഡ് കമ്പനീനെ അസിസ്റ്റ് ചെയ്യുക, അതേപോലെ അവർക്ക് എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിയുടെ ഫസ്റ്റ് റോളായിട്ട് പറയുന്നത്. സെക്കൻഡ് പറയുന്നതാണ് ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ ഡയറക്ടേഴ്സ് എബൌട്ട് ദെയർ ഡ്യൂട്ടീസ്. അതായത് അവരുടെ ഡ്യൂട്ടീസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതാണ് സെക്കൻഡ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എൻഷുറിങ് ആൻഡ് കംപ്ലൈൻറ്റ് വിത്ത് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് കോർപ്പറേറ്റ് ഗവേണൻസിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താം. നെക്സ്റ്റ് പറയുന്നതാണ് എൻഷുറിങ് ദ കമ്പനീസ് കംപ്ലൈൻസ് വിത്ത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്. അതായത് കമ്പനി സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. അതേപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് ദ കൺവീനിങ് ഓഫ് മീറ്റിംഗ്. അതായത് നമ്മുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കൺവീനിയൻസ് കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നത്. അപ്പോൾ റോൾ ഓഫ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സും പവേഴ്സും ഉള്ള പേഴ്സണാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോർഡിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ് പറയുന്നതാണ് ഡയറക്ടേഴ്സിന് അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ അറിയിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് കീ മാനേജറിയൽ പേഴ്സൺസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ മാനേജിങ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടേഴ്സിനൊക്കെ എങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രൊസീജിയർ പറഞ്ഞു, മാനേജറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി, മാനേജറിയൽ റെമ്യൂണറേഷൻ ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റോൾ ഓഫ് ദ കമ്പനി സെക്രട്ടറീസ് ഇൻ ദ കമ്പനി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി നമ്മുടെ ഡയറക്ടറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേംസൊക്കെ കഴിയാണ്. നാളെ മുതൽ നമ്മൾ പുതിയ ടേമാണ് എടുക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ന്യൂ ടേമാണ് നമ്മൾ നാളെ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരുവിധം പോർഷൻസ് 4th മോഡ്യൂൾ വരെ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൺഡേ മുതൽ നിങ്ങൾ ക്ലാസ്സിൽ വരാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് വരാം. നമുക്ക് മൺഡേ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ മൺഡേ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസ് അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് മൺഡേ അത് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജിംഗ് ഡയറക്ടർ. ഒരു മാനേജിംഗ് ഡയറക്ടറിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ മാനേജറിയൽ റെമ്യൂണറേഷൻ. മാനേജറിയൽ റെമ്യൂണറേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് നമ്മൾ പറഞ്ഞു, അത് വേണ്ട. എന്താണ് മാനേജറിയൽ റെമ്യൂണറേഷൻ, അതിൻ്റെ മീനിങ് എഴുതാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് പോയിന്റ് വൈസ് ചെയ്താൽ ഇത്രയും എഴുതിയിട്ട് മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു.